ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ. എവിടെയെങ്കിലും വെച്ച് കാണുന്നവർ ദയവ് ചെയ്ത് ഞങ്ങൾ അവരുടെ നമ്പർ കൊടുക്കാം, ആ നമ്പറിൽ ബന്ധപ്പെടാൻ അപേക്ഷിക്കുകയാണ്. കർണാടകയിൽ ബെൽത്തങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. അവ അവിടെ നിന്ന് വണ്ടി കയറ്റി വിട്ടെന്നാണ് പറയണത്. അല്ലെങ്കിൽ 44 വയസ്സായ മോനെ എത്രയോ കൊച്ചുങ്ങൾ പല സ്ഥലത്തും പോയിട്ട് വരണം, അവർ വീട്ടിൽ വരൂല്ലേ. അപ്പോൾ അവൻ്റെ ഒരു ബുദ്ധിയുടെ ഇതുകൊണ്ടാണ് ഞാൻ ഇത്രയും കിടന്ന് കരഞ്ഞു പറയണം, എൻ്റെ പൊന്നുവനെ എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിലാക്കി തരണം. നമസ്കാരം, ഇത് ആലങ്കോട് തൊപ്പിച്ചന്ത ചരുവിള പുത്തംവീടാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന 44 വയസ്സുള്ള സുരേഷ് എന്ന ചെറുപ്പക്കാരനെ കാണാതായിട്ട് ഏകദേശം 2 മാസമാകുന്നു. 2 മാസം മുമ്പ് ഇവിടെ നിന്ന് ജോലിക്ക് വേണ്ടി പോയതും കണ്ടെയാണ്. പിന്നെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. സുരേഷിൻ്റെ അമ്മ കൂടെയുണ്ട്. സുരേഷ് ഇത്തിരി ബുദ്ധി പ്രശ്നമുള്ള ഒരു മനുഷ്യനാണ്. അമ്മ എന്താ സംഭവിച്ചേ? അവൻ ഇന്ദിരയിൽ ജോലിക്കായിട്ട് പോയ അമ്മ അവിടെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു ചെറുക്കായി റബ്ബർ വെട്ടാൻ നിന്ന്. ആ പയ്യനാണ് ഇവനെ കൂടെ വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ഇവിടെ നിന്ന് തൊപ്പിന്ന് ബസ്സിൽ കയറണവർ കണ്ടവരുണ്ട്. അപ്പോൾ എൻ്റെ ആൾക്കാരുടെ വീട്ടിലൊക്കെ ഞാൻ 2 ദിവസം കാണാതെ ഇരുന്നപ്പോൾ എല്ലാം തിരക്കം ചെയ്തിട്ട് എൻ്റെ പൊന്നുമോനെ ഈ വീട്ടുകളിലൊന്നും ചെന്നില്ല. അപ്പോൾ പറഞ്ഞു, അമ്മ അന്നി നിങ്ങൾ തിരക്കണ്ട, ഈ ചെറുക്കൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞു, പ്രദീപിൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞു, പ്രതീഷിൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞു. അവർ പോയത് പിന്നെ കാസർഗോഡ്. വിളിക്കുന്നു, അവൻ ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യുന്നു. അവൻ പറയുന്നു വണ്ടി കയറ്റി വിട്ടെന്ന്. ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ സുരേഷിന് 10-13 വയസ്സ് ആൾക്കാരുടെ ബുദ്ധിയേ ഉള്ളൂ, അത്രേ ഉള്ളു. അല്ലെങ്കിൽ ഞാൻ അറിയാൻ പറ്റൂല, അല്ലെങ്കിൽ അറിഞ്ഞൂടാ. എങ്ങോട്ട് പോകുമെന്നാണ് എൻ്റെ പൊന്നു. ഇപ്പം കൊണ്ടുപോയ പ്രതീക്ഷ കർണാടകയിൽ കടക്കാരത്തെ SI വിളിച്ച് ചോദിച്ചപ്പോൾ അവൻ മൊബൈലെടുത്ത് കർണാടകയിൽ ബെൽത്തങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. അവൻ അവിടെ നിന്ന് വണ്ടി കയറ്റി വിട്ടെന്നാണ് പറയണത്. വണ്ടി കയറ്റി വിട്ടത് ഇതുവരെ നമ്മളെ കൊച്ചമ്മളെ സ്ഥലത്ത് വന്നിട്ടില്ല. അവൻ എഴുത്തും വായനയൊന്നും അറിഞ്ഞൂടാ, പൈസ കണക്ക് കൂട്ടാൻ അറിഞ്ഞൂടാ, ഈ സ്റ്റേറ്റ് വിട്ടാൽ ഈ സ്ഥലം വിട്ടാൽ അവൻ പോയിട്ടില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിനെ എങ്ങനെയാണ് ഇയാൾ ബസ് കയറ്റി വിട്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വണ്ടി കയറ്റി ട്രെയിൻ കയറ്റി വിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം? നമ്മളെ കൊച്ചെവിടെ പോയെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എത്രയും പെട്ടെന്ന് നമ്മൾ കഴിഞ്ഞാൽ പോലും വീട്ടിലേക്ക് അറിഞ്ഞൂടാ. വീട്ടിൽ ആറ്റിങ്ങ പോയിട്ട് പോലും അവൻ ഇങ്ങ് വീട്ടിൽ തൊപ്പിയിൽ വന്നിറങ്ങാൻ അറിഞ്ഞൂടാത്ത ഒരു കൊച്ചാണ്. അല്ലെങ്കിൽ 44 വയസ്സായ മോനെ എത്രയോ കൊച്ചുങ്ങൾ പല സ്ഥലത്തും പോയിട്ട് വരണം, അവർ വീട്ടിൽ വരൂല്ലേ. അപ്പോൾ അവൻ്റെ ഒരു ബുദ്ധിയുടെ ഇതുകൊണ്ടാണ് ഞാൻ ഇത്രയും കിടന്ന് കരഞ്ഞു പറയണം, എൻ്റെ പൊന്നുവനെ എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിലാക്കി തരണം. സ്റ്റേഷനിൽ പരാതി എടുത്തില്ലേ? പിന്നെ കടക്കാർ കൊടുത്ത് വർക്കല DYSPക്ക് കൊടുത്ത്, പിന്നെ SP-ക്കും കൊടുത്തിട്ടുണ്ട്. ഇത്ര 3 സ്ഥലത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചായത്ത് അറിയിച്ചിട്ടുണ്ട്. അവൻ്റെ വാർഡ് മെമ്പർ നഗാസ് എന്ന് പറയുന്ന മെമ്പറും പ്രസിഡൻറ്റും കൂടിയാണത്. പിന്നെ അവിടുത്തെ വൈസ് പ്രസിഡൻറ്റ്, അവിടെ വേറെയുള്ള മെമ്പർമാർ എല്ലാവരുടെയും സഹായത്തോടു കൂടി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അവർ ഇനിയും ചെയ്യാമെന്നാണ് പറയണത്. അതുകൊണ്ട് പ്രതീക്ഷനെ കടക്കാരത്തെ SI വിളിച്ചപ്പോൾ കിട്ടി. അവൻ എടുക്കുകയും ചെയ്ത്. അവൻ എപ്പോഴും തറച്ച ഒരു ഇതിലാണ് നിൽക്കുന്നത്. അവൻ കയറ്റി വിട്ടെന്നാണ് പറയണത്. സാറ് ചോദിക്കുകയും ചെയ്ത്, ഇത്രയും മന്ദബുദ്ധിയായ ഒരു ചെറുക്കൻ നീ കൊണ്ടുപോയിട്ട് നിനക്ക് ഉത്തരവാദിത്വമില്ലേ, നീ കയറ്റി വിട്ടെന്ന് പറഞ്ഞാൽ അവന് എഴുത്തും വായനയൊന്നും അറിഞ്ഞൂടാ, അവന് ബസ്സിൽ നിന്ന് ഇറങ്ങിയ പോലും എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞൂടാത്ത ആ ഒരു വ്യക്തിനെ നീ കയറ്റി വിട്ടെന്ന് പറയുന്ന കാര്യം എന്ത്? നിനക്ക് ഉത്തരവാദിത്വം ഇല്ലായിരുന്ന നീ അവിടുത്തെ പോലീസിലല്ലേ ഏൽപ്പിച്ചെങ്കിൽ ഇവിടെ നിന്ന് ആൾക്കാർ ഒന്ന് കൊണ്ടുവരൂലായിരുന്ന? അവൻ നീ കിട്ടുന്നവരെ നിന്റെ ഉത്തരവാദിത്വത്തിലായിരിക്കണം, നീ വിളിക്കുമ്പോൾ എടുക്കുകയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 27-ാം തീയതി അവിടെ നിന്ന് വണ്ടി കയറിയ ആള് ഇന്ന് 10-ാം തീയതി ആയി, ഇതുവരെ വന്നിട്ടില്ല. അത് നമുക്ക് കുറെ മാനസിക 13 ദിവസമായി അല്ലേ? അത് അവൻ ഇങ്ങനെ പറയുന്നതുകൊണ്ട് നമുക്കൊരു മാനസിക വിഷമമാണ്. ഈ കൊച്ചെങ്ങോട്ട് പോയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. 44 വയസ്സെങ്കിലും 10 വയസ്സിൻ്റെ ഒരു പക്വതയെ അവനുള്ളൂ, ഒരു വിശേഷ ബുദ്ധി ഇല്ല. അവൻ ആരെ കണ്ടാലും അമ്മ ചേച്ചി അണ്ണാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ്. അവൻ്റെ വയസ്സിന് മൂത്തായാലും വയസ്സിൽ കുറവായാലും അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അവൻ. അപ്പോൾ അവനെ എങ്ങനെയാണ് ഞാൻ അറിഞ്ഞതെങ്കിൽ ഇദ്ദേഹം കൂലിപ്പണിക്ക് പോയാൽ പോലും ആരെങ്കിലും 500-ൻ്റെ ഒരു നോട്ട് എടുത്ത് കൊടുത്താൽ ഇദ്ദേഹം വാങ്ങത്തില്ല. കാരണം അതൊരു ചെറിയ നോട്ടായി പോയി. 50-ൻ്റെ 10 നോട്ട് കൊടുത്താൽ വാങ്ങും, ഒരുപാട് നോട്ടുണ്ടോ തന്നെ വാങ്ങും. അങ്ങനത്തെയൊക്കെയുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ പറയുന്ന 13 ദിവസമായി ഈ കർണാടകയിൽ നിന്ന് മിസ്സായിരിക്കുന്നത്. അവൻ എന്താണെന്നറിയില്ല, ലോകം അറിയാത്ത ഒരാളാണ്. ഇതുവരെ ഇവിടെ തിരിച്ചെത്തിയിട്ടില്ല. അമ്മയ്ക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് 3 ആമകൾ, 2 പേരും കുടുംബമായി. ഈ മോനും ഞാനും മാത്രമേ ഈ വീട്ടിലുള്ളൂ. ഇളയ മോനും ഞാനുമാണ് വീട്ടിൽ. ജോലി ചെയ്തൊക്കെ എനിക്ക് കൊണ്ടുവന്ന് തരും.
എന്തെങ്കിലും ആ റോട്ടിൽ തൊപ്പിച്ചന്തയിലൊക്കെ പോയി നിന്ന് ആ കടയൊക്കെ തൂക്കും. തൂത്തിട്ട് അവർ 100 രൂപ കൊടുത്തായാലും അതിൽ ഓഹരി 50 രൂപയെങ്കിലും എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരും. അമ്മ കുറെ പഠിക്കുമല്ലോ പോകണ്ടോ? ഞാൻ തൊഴിലുറപ്പിന് പോകും. ഇപ്പം ഈ മകൻ്റെ വരുമാനം നമ്മൾ ജീവിച്ചു പോകുന്നത് നമ്മളെ രണ്ടുപേരെ ഇതിൽ തന്നെ. ഇവന് ഇടത് കാലിനൊരു സ്വാധീനക്കുറവുണ്ട്. ഇടത് കാല് ഒരു സ്വാധീനക്കുറവുണ്ട്. പിന്നെ ആള് മെലിഞ്ഞതാണ്. ഇതൊക്കെ ഉണ്ട് അവന്. എത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാവരും കൂടി നമുക്ക് കൊച്ചിനെ അവർക്ക് ഏതായാലും ആര് ചേട്ടനാണോ? മൂത്തേട്ടനാണോ? നിങ്ങളെന്തെങ്കിലും ഇത് അന്വേഷിച്ചായിരുന്നു എവിടെയെങ്കിലും? ഞാൻ പോകാൻ സ്ഥലങ്ങളില്ല ഏട്ടായി. ഇനി എൻ്റെ ഭാര്യ വീട്ടിലൊക്കെ പോയി അങ്ങനെയുള്ള ബന്ധുക്കളെ വീട്ടുകളിൽ അത്രയും ഞാൻ പോയി. അതിലാണ് താമസിച്ച് കൊടുക്കാൻ വേണ്ടി. ഇവ ഇങ്ങനെ കൂടെ ഇരിക്കുമ്പോൾ പൊക്കളായി കൂട്ടുകാരെ കൂടെ ഭാര്യ വീട്ടിലൊക്കെ പോകും, വീട്ടിൽ പറയാതൊക്കെ പോകും. അങ്ങനെ ഇത് അവിടെ ചെന്നപ്പോഴത്തേക്ക് സാറന്മാർ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ താമസിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ സാറേ ഞാനൊക്കെ പോകും, കൂട്ടുകാരെ വീട്ടിലൊക്കെ പോകും. അങ്ങനെയാണ് തിരക്കി താമസിച്ചു പോയത്. ഇങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു അവിടെ. കടയ്ക്കവരിയ്ക്കുന്ന സാറ് SIയും സാറുമാരും എല്ലാവരും നമ്മളടുത്ത് വലിയ കാര്യം തന്നെ. അമ്മക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്താന്നാണ് അവർ പറയുന്നത്. അവരെല്ലാവരെയും സഹായം അമ്മക്കുണ്ട്. ഏതായാലും ഈ അമ്മയുടെയും കുടുംബക്കാരുടെയൊക്കെ ദുഃഖം ഞാൻ പ്രേക്ഷകരുടെ മുന്നിലേക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അതികളുടെ മുന്നിലേക്കും എത്തിയിരിക്കുകയാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ. എവിടെയെങ്കിലും വെച്ച് കാണുന്നവർ ദയവ് ചെയ്ത് ഞങ്ങൾ അവരുടെ നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ ബന്ധപ്പെടാൻ അപേക്ഷിക്കുകയാണ്. വിസ്മയസ് വേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീ തുമാരാൾ സൈനിങ് ഓഫ്.